ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന് ഡേവിഡ് സ്വാൻസിന് ഒരു പുസ്തകമുണ്ട്, വായിച്ചേക്കണം. വലുത്, ചെറുതല്ല വലുത്. സെക്കൻഡ് ഫസ്റ്റ് അല്ല, വലുത്. വലുതാവാനുള്ള ഒരു ആലോചന. നിങ്ങളൊന്ന് ബദറുസ്സാദാത്ത് തങ്ങളുപ്പാപ്പയെ ഇന്റർവ്യൂ നടത്തി നോക്കൂ. തങ്ങളുടെ ആഗ്രഹം, തങ്ങളുടെ പൂതി ഒരു മഅ്ദിനിലെ മോനിക്ക് JRF കിട്ടലാണോ തങ്ങളുടെ ഉത്തരം വരിക? അല്ല, ആ മോനൊരു നോബൽ സമ്മാനം നേടണം എന്ന വലിയ ആലോചന. വലുത്. ചെറുത് നമ്മുടെ അധ്യായത്തിൽ പറ്റില്ല. 2 റക്അത്തുള്ള നിസ്കാരമാണ് സുബഹ്. അതിൽ 2 ആളുള്ള ജമാഅത്താണോ വലിയ പ്രതിഫലം? 4 ആളാണോ? 4 ആൾ. അല്ല, ജുമ ഇല്ലാത്ത പള്ളിയാണോ വലിയ ജുമാഅത്ത് പള്ളിയാണോ? ജുമാഅത്ത് പള്ളി. കണ്ടോ, വലുതാവുന്നതിനനുസരിച്ച് ഇസ്ലാമിലെ പ്രതിഫലം വലുതാവുന്നു. അജ്റുക്കി അലാ ഖദരി നസബക്കി, അധ്വാനം കൂടുന്നതിനനുസരിച്ച് ഫലം കൂടുതലാണ് ഇസ്ലാമിൽ. കണ്ടോ? അപ്പൊ നമ്മൾ വലിയ സ്വപ്നം കാണുന്നവരാണ്, ചെറുതല്ല. വളർന്നു വലുതായി നമ്മൾ ചെറുതാവരുത്. വലിയ ആലോചന, വലുതു മാത്രം. അതാണ് സുൽത്താനുൽ ഉസ്താദ് ജീവിതത്തിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നത്. ആരാണ് സുൽത്താനുൽ ഉസ്താദ് എന്ന് ആരെങ്കിലും ഒരു കോഡ്ലെസ് മെയ്ക്ക് എടുത്ത് നമ്മുടെ ചുണ്ടിന് നേരെ മെയ്ക്ക് നീട്ടിയാൽ എന്തുത്തരം പറയണം? സാധ്യമല്ലെന്ന് ആരൊക്കെ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ സാധ്യമാണെന്ന് തെളിയിച്ച ഒരു പുണ്യപുരുഷൻ. അതുകൊണ്ടാണ് തിരൂരങ്ങാടി വാപ്പുസ്താദ് എന്ന സതീർത്ഥൻ പൊന്മള ഉസ്താദിനോട് ചോദിച്ചത്, അല്ല പൊന്മളെ, ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇപ്പം അടുത്ത കാലത്തെങ്ങാനും കേരളവും നമ്മുടെ നാടൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ചോദ്യത്തിൻ്റെ ആഴവും പരപ്പും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ആലോചിച്ചു നോക്കൂ. എന്തൊരു വലിയ ചോദ്യമാണ്. വലിയ സ്വപ്നങ്ങളാണ് വിദ്യാർത്ഥി കാലത്തു തന്നെ നമുക്ക് പിറവിയെടുക്കേണ്ടത്. ആദ്യം നമുക്കതുണ്ടാകും. വലുത്